ഹലോ! നമ്മൾ ഇന്നൊരു ചോക്ലേറ്റ് ഹാമ്പർ ഉണ്ടാക്കാൻ പോവുകയാണ്. ഇപ്പം മാരേജിനൊക്കെ ഒരു ട്രെൻഡായി നിൽക്കുകയാണ് ഈ ചോക്ലേറ്റ് ഹാമ്പറൊക്കെ കൊടുക്കുന്നതല്ലേ. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കുന്നത് നമുക്ക് എന്തായാലും നോക്കാം. ആദ്യം ഇതുപോലൊരു വുഡിൻ്റെ ബോക്സാണ് വേണ്ടത്. ഇത് ഷോപ്പിലൊക്കെ അവൈലബിൾ ആണ്. ഇനി ഈ ബോക്സിൻ്റെ സൈസ് നമ്മൾ എങ്ങനെ തിരിച്ചറിയുമെന്ന് വെച്ചാൽ, നമ്മൾ ഇതിൽ വെക്കാനുള്ള ചോക്ലേറ്റ്സിൻ്റെ നമ്പർ ഓഫ് ക്വാണ്ടിറ്റി അനുസരിച്ചിട്ടാണ് നമ്മൾ ഈ ഒരു ബോക്സിൻ്റെ സൈസ് നമ്മൾ നിശ്ചയിക്കുന്നത്. എനിക്കിതിൽ അധികം ചോക്ലേറ്റ്സ് ആഡ് ആക്കാനില്ല. അതുകൊണ്ട് തന്നെ ഞാനൊരു ചെറിയ വുഡിൻ്റെ ബോക്സാണ് വാങ്ങിച്ചത്. ഇനി അതിലേക്ക് ഒരു തെർമോക്കോൾ ഞാൻ ഇറക്കി വെക്കുന്നുണ്ട്. അതെന്തിനാന്ന് വെച്ചാൽ നമുക്ക് അതിന് മാത്രമുള്ള ചോക്ലേറ്റ്സ് അതിനകത്ത് വെക്കാനില്ലാത്തതുകൊണ്ട് ആ ഒരു ചോക്ലേറ്റ്സ് ടോപ്പിൽ ഇങ്ങനെ കവറപ്പ് ചെയ്തിരിക്കാൻ വേണ്ടിയിട്ടാണ് താഴെ ആ ഒരു തെർമോക്കോൾ ഫില്ല് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ അതിൽ സൈഡിലൊക്കെ നമ്മൾ ഒരു സ്പേസ് കാണുന്ന പോർഷനിൽ തെർമോക്കോൾ നമ്മൾ ഫില്ല് ചെയ്ത് കൊടുക്കണം. ഫില്ല് ചെയ്തില്ലെങ്കിൽ ആ ഒരു വുഡിൻ്റെ ഇടയ്ക്ക് ഒരു ഗ്യാപ്പ് വരുന്നുണ്ട്. ആ ഗ്യാപ്പിനിടയിലൂടെ ആ ഒരു ചോക്ലേറ്റ്സ് ഒക്കെ പുറത്തോട്ട് പോകാനായിട്ടുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അപ്പോൾ നമ്മൾ ആ ഒരു പോർഷൻ എല്ലാം ഫുള്ള് കവർ ചെയ്തതിന് ശേഷം നമുക്ക് അതിലേക്ക് ചോക്ലേറ്റ്സ് ആഡ് ആക്കാനുണ്ട്. നമ്മളിതിൽ ചോക്ലേറ്റ് വെക്കുന്നത് മെലഡി, അതുപോലെ തന്നെ മഞ്ച്, ഡയറി മിൽക്ക്, ഈ 3 ചോക്ലേറ്റ്സ് ആയിരുന്നു കസ്റ്റമർ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഈ 3 ചോക്ലേറ്റ്സ് ആണ് നമ്മൾ ഈ ഒരു വുഡ് ഹാമ്പറിൽ സെറ്റാക്കാൻ പോകുന്നത്. ഫസ്റ്റ് ഇതിലേക്ക് മഞ്ചാണ് നമ്മൾ വെക്കുന്നത്. ആ ഒരു റോ ഫുള്ള് ഫില്ല് ചെയ്ത് കൊടുത്തതിന് ശേഷം സെക്കൻഡ് ലെയറും മഞ്ച് തന്നെ വെച്ച് കവർ ചെയ്യുവാണ്. അപ്പോൾ 2 ലെയർ മഞ്ച് ഫില്ല് ചെയ്തതിന് ശേഷം ഡയറി മിൽക്കാണ് അടുത്ത് വെച്ച് കൊടുക്കുന്നത്. ഡയറി മിൽക്കും ഫില്ല് ചെയ്തതിന് ശേഷം അതിൻ്റെ മേലേക്ക് ആ ഒരു മെലഡിയുടെ ചോക്ലേറ്റ് നമ്മൾ ചുമ്മാ അങ്ങ് വെതറിയിടുകയാണ് ചെയ്യുന്നത്. ഈ ഒരു ചോക്ലേറ്റ്സൊക്കെ നമുക്ക് ഈ ഒരു ഹാമ്പറിൽ എങ്ങനെ വേണേലും ഡെക്കറേഷൻ ചെയ്യാം കേട്ടോ. ഞാനിവിടെ ഏറ്റവും ടോപ്പിലാണ് മെലഡി വെതറുന്നത്, ഏറ്റവും താഴെയായിട്ട് മഞ്ചാണ് വെക്കുന്നത്. അതിൻ്റെ ടോപ്പിൽ മഞ്ച് 2 ലെയർ വെച്ചു, അതിൻ്റെ ടോപ്പിൽ ഡയറി മിൽക്ക് വെച്ചിട്ടുണ്ടായിരുന്നു. ഫസ്റ്റ് ലെയർ ഫുൾ കവർ ചെയ്ത്, അത് കഴിഞ്ഞിട്ട് ഏറ്റവും ടോപ്പിൽ മെലഡി വെതറിയിടുകയാണ് ചെയ്തത്. ഈ ഒരു ചോക്ലേറ്റ് ഹാമ്പർ ലോങ് കൊണ്ടുപോകാനായിട്ടുള്ളതായതുകൊണ്ട് നമ്മളിതിൽ ക്ലെയിം ഫിലിം വെച്ചിട്ട് ടോപ്പിലൊന്ന് കവർ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി 2 നെറ്റിൻ്റെ മെറ്റീരിയലാണ് വേണ്ടത്. 2 കളേഴ്സ് വേണം കേട്ടോ. ഞാനിത് 1/2 മീറ്ററാണ് വാങ്ങിച്ചിരിക്കുന്നത് ഷോപ്പിൽ നിന്ന്. ഈ ഒരു നെറ്റ് ഇനി നമുക്കതിലേക്ക് ഡെക്കറേഷൻ ചെയ്ത് കൊടുക്കാം. 2 നെറ്റും ചെറിയൊരു പ്ലീറ്റ് എടുത്ത് സെറ്റ് ചെയ്യുവാണെങ്കിൽ ഒന്നുകൂടെ ബെറ്റർ ആയിരിക്കും. നമ്മൾ കയ്യിൽ ചുരുട്ടി നെറ്റ് സെറ്റ് ചെയ്യാണ്ട് ഒരു പ്ലീറ്റ് എടുക്കുക, ചെറിയ പ്ലീറ്റ് എടുക്കുക. 2 നെറ്റും ചെറിയ പ്ലീറ്റ് എടുത്തതിന് ശേഷം അത് രണ്ടും നിവർത്തി വെക്കുക. അതിൻ്റെ സെൻറ്ററിലോട്ട്, ആ ഒരു നെറ്റിൻ്റെ സെൻറ്ററിലോട്ട് ഈ ഒരു ഹാമ്പർ ബോക്സ് സെറ്റ് ചെയ്യുക. എന്നിട്ട് അത് രണ്ടും ഒരേപോലെ അതിൻ്റെ തുമ്പ് ആ ഒരു ഹാങ്ങിങ്ങിലേക്ക് സെറ്റ് ചെയ്ത് പിടിച്ചിട്ട് അതിലേക്ക് ഒരു സാറ്റിൻ റിബണാണ് കിട്ടുന്നത്. ചെറിയൊരു സാറ്റിൻ റിബണാണ് ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത്. ആ ഒരു ചെറിയ സാറ്റിൻ റിബൺ അതിലേക്ക് കെട്ടിക്കൊടുക്കുകയാണ് ചെയ്യുന്നത്. അതിനുശേഷം അതിൻ്റെ ആ ഒരു ടോപ്പ്, ആ ഒരു നെറ്റിൻ്റെ ടോപ്പ് പോർഷൻ ചെറിയ തുമ്പിട്ട് കൊടുത്തതിന് ശേഷം കട്ട് ചെയ്യാം. അപ്പോഴേക്കും ഇതുപോലെ വിടർന്ന് നിൽക്കും ആ ഒരു നെറ്റിൻ്റെ ടോപ്പ് പോർഷൻ. പിന്നീട് നമുക്കിതിൽ എന്തെങ്കിലുമൊക്കെ ഫ്ലവേഴ്സൊക്കെ സെറ്റ് ചെയ്ത് ഡെക്കറേഷന് വേണ്ടിയിട്ട് നമുക്ക് സെറ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റും. അതിൽ ഇന്ന ഫ്ലവർ എന്നൊന്നുമില്ല, നമുക്ക് എന്ത് ടൈപ്പ് ഫ്ലവർ, ഇപ്പോൾ ചെറിയ ഒരു ഹാമ്പർ ആയതുകൊണ്ട് ചെറിയൊരു ഫ്ലവറാണ് എടുത്തിരിക്കുന്നത്. ആ ഒരു ബോക്സിന് സ്യൂട്ടബിൾ ആവുന്ന ടൈപ്പ് ആർട്ടിഫിഷ്യൽ ഫ്ലവറാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. ഇത് ആർട്ടിഫിഷ്യൽ ഫ്ലവർ അല്ലാണ്ട് നമുക്ക് ഒറിജിനൽ ഫ്ലവറും ഫ്രഷ് ഫ്ലവറും സെറ്റ് ചെയ്യാനായിട്ട് പറ്റും. അങ്ങനെ ചോക്ലേറ്റ് ഹാമ്പർ ഇവിടെ ഫിനിഷായി. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഫൈനൽ ലുക്ക്. നിങ്ങൾ ഇതുപോലെ ചോക്ലേറ്റ് ഹാമ്പർ ആർക്കെങ്കിലും ഗിഫ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ ഡാർക്ക് കളറായിട്ടുള്ള മെറ്റീരിയൽ സെലക്ട് ചെയ്യാൻ നോക്കുക. ഞാനിവിടെ ഒരു ലൈറ്റ് തീമാണ് ചൂസ് ചെയ്തത്. കുറച്ചും കൂടെ ബെറ്റർ ആവാമെന്ന് എനിക്ക് തോന്നി. നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നൊന്ന് കമൻറ്റ് ചെയ്യട്ടോ. जीना चाहना तेरे लिए तेनू दिसदा ही नहीं, जीना चाहना तेरे लिए दस मैं की करा, जीना चाहना तेरे लिए तेनू दिसदा ही नहीं, जीना